ധ്യാനൂസിൻ്റെ സ്കൂൾ പൂട്ടിയേരം തുടങ്ങിന് ജിത്യ ചെവി തരാണ്ട് നമുക്ക് വെക്കേഷനല്ലേ നമുക്ക് ടൂറ് പോവാൻ. അപ്പോൾ ഇവളോട് ഞാൻ പറയടോ എനിക്കിപ്പം പൈസേൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പണീൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇപ്പം പോകാൻ പറ്റില്ല ഞാൻ അങ്ങോട്ടും പറയും. പക്ഷേ ഇതൊന്നും കേൾക്കാണ്ട് എല്ലാ ദിവസവും ഒരേ ടേപ്പ് തുറന്ന് വെച്ച പോലെ ജിത്തി എല്ലാം വന്നാൽ പറയും നമുക്ക് ടൂറ് പോവാന്ന്. അങ്ങനെ എല്ലാം കൂടി പറഞ്ഞ് സ്കൂൾ തുറങ്ങുവാനായാലും ഞാൾ വിചാരിച്ചു എന്തായാലും പറഞ്ഞല്ലേ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും ജിത്തിയും പിന്നെ നമ്മളെ പൊട്ടിത്തെറി ധ്യാനൂസും കൂടി നേരെ ഊട്ടിയിലേക്ക് വെച്ച് പിടിക്കുന്ന കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ എന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ഒരു ദിവസം പോയിട്ട് അപ്പാട് കണ്ടിങ്ങ് പോരാൻ ആരും വിചാരിക്കണ്ട്. ഊട്ടിയിൽ ഇപ്പോൾ ഒരുപാട് കാണാനുള്ള സ്ഥലം കേട്ടോ ഊട്ടി. അതുകൊണ്ട് ഞാൾ വരെ ചെന്നാൽ പിന്നെ എന്തായാലും പോകുന്നതല്ല, അതുകൊണ്ട് ഒരു 3-4 ദിവസത്തെ ട്രിപ്പാക്കാൻ വെച്ചിട്ട് 2 ദിവസം ഊട്ടിയിലും സ്റ്റേ ചെയ്യുക, ഒരു ദിവസം വയനാട്ടിലും സ്റ്റേ ചെയ്യുക, പിന്നെ ഒരു ദിവസം വേറെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ നല്ല വിചാരിച്ചിട്ട് ഞങ്ങൾ ടൂറ് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയണമെന്ന് അറിയാം, നമ്മളെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വീഡിയോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറടി മാറണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്താക്കി ഒരു 3 പാർട്ടായിട്ടാട്ടോ ഈ ഒരു നമ്മൾ ടൂറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും 3 വീഡിയോ കണ്ടാലാണ് നമ്മൾ ഈ ഒരു മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞിട്ട് വലിപ്പിക്കുന്നില്ല, നമ്മൾ പോയ വിശേഷങ്ങൾ നമുക്ക് കാണാട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് പോയി പുലച്ചക്ക് 4:30 മണിക്ക് എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ജപമെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് പുറപ്പെട്ടേട്ടാ. അപ്പോൾ പുറപ്പെട്ടെന്ന് വെച്ചാൽ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞ് പല കഥയും പറഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പോൾ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ മസനഗുഡി വഴി ഊട്ടിയിലേക്കാട്ടാ പോകുന്നത്. അപ്പോൾ മസനഗുഡിയിൽ നിന്ന് നമ്മളെ അസ്ലം മോയമൊക്കെ പറഞ്ഞ് കേട്ട് ഇവള് പറഞ്ഞു എന്നാൽ പിന്നെ മസനഗുഡി തന്നെ പോകാന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ ഞങ്ങൾ നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. റോഡ് സൈഡിൽ ഇങ്ങനെ മാനും അതുപോലെ ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ. നല്ല അടിപൊളി കാടിൻ്റെ ഒരു ഇതിന് പെട്ടെന്നാണ് ഞങ്ങളൊരു ആനേനെ കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാനെ പെട്ടല്ലോ ആന റോഡും പോലെ. പിന്നെ ഞങ്ങൾ കാണുന്ന ആനപ്പുറത്തൊരാളെയും കൂടി അത് നോക്കുമ്പോൾ വെച്ചാൽ ഈ നമ്മളെ മസനഗുഡീൻ്റെ അടുത്തായിട്ട് നമ്മൾ ആന വളർത്ത് കേന്ദ്രമാണ് കേട്ടോ, അവിടുത്തെ ആനയാണ് കാണുന്നത്. അപ്പം ധ്യാനസിനോട് ആനേനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞാലും കൊടുക്കുകയും ചെയ്ത് ഞങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നേരെ എന്തായി മസനഗുഡിയിൽ എത്തിയേട്ടാ. മസനഗുഡിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര മെയ്ഫ്ലവറിൻ്റെ ഒരു കാലാട്ടോ. ഇപ്പോൾ മെയ്ഫ്ലവറിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ വേറൊരു ലോകത്തെത്തി തന്നെ കേട്ടോ. നമ്മൾ ഇത്ര നേരം വരണ്ട് കിടന്ന ആ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് പെട്ടെന്ന് നമ്മൾ എന്താ പറയുക വേറൊരു ലോകത്തെത്തിയ പോലെ കേട്ടോ. ഭയങ്കര ബ്യൂട്ടി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടി. നമ്മളെ ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ജനിക്കാട്ടോ. ഫുള്ള് എന്താ പറയുക നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും നിർത്തിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൾ വരെ ചെന്നാൽ പിന്നെ ഞാൾ മാത്രമേ അതിന് കുറച്ച് കളണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാളും വണ്ടി എന്താക്കി അവിടെ നിർത്തി. പിന്നെ ഞാൾ നോക്കുമ്പോൾ എന്താ സിംഹവാലം കുരങ്ങ. സാധാരണ നമ്മൾ സാധാ കുരങ്ങനല്ല കാണല്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഞാൾ കാണുന്ന സിംഹവാലം കുരങ്ങനെയാണ്. സിംഹവാലം കുരങ്ങെന്ന് പറഞ്ഞാൽ യമണ്ട സൈസ് സാധനം കേട്ടാ. അപ്പം എനിക്ക് ഇതൊന്നും സിംഹവാലം കുരങ്ങനെ മറ്റേതൊന്നും കണ്ടില്ല. എനിക്ക് ഈ മെയ്ഫ്ലവർ ഇങ്ങനെ പൂണ്ടായി കണ്ടാക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നു. ഞാൻ കുറേ നേരം അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് അപ്പോൾ ഇനി എന്തായാലും പോവാമെന്ന് പറഞ്ഞ് ഞാൾ വണ്ടിക്കാരി സ്റ്റാർട്ടാക്കി കുറച്ച് മുന്നോട്ടൊക്കെ ഞാളെ കാത്ത് കുറേ ആൾക്കാർ വഴിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ധ്യാനൂസിനോട് അവരെല്ലാം കാണിച്ചെല്ലാം കൊടുത്ത് ഇതാ സിംഹവാലം കുരങ്ങ സാധാരണ കുരങ്ങനൊക്കെ വ്യത്യാസം ഉണ്ടാകും അതും പറഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തേക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ് പിന്നെ നിങ്ങൾ എന്തായാലും മസനഗുഡി വന്നതല്ലേ, ഇവിടെ അടിപൊളി ഒരു ഓഫ് റോഡ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് പോടുന്നു പറഞ്ഞു അവിടെയുള്ള കുറേ ഏട്ടന്മാർ. അപ്പം ഞങ്ങൾ പറഞ്ഞു എങ്ങനെ റേറ്റ് കാര്യങ്ങളെന്നെല്ലാം ചോദിച്ചാലോ. ഒരാൾ പറഞ്ഞു ഒരു ജീപ്പിന് 1000 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഞാനും ധ്യാനൂസും കൂടി ഒരു ജീപ്പ് എടുത്ത് 1000 രൂപ. അങ്ങനെ സത്യത്തിൽ ഞങ്ങളെ നല്ല പറ്റിക്കലാട്ടാ ഓല് പറ്റിച്ചേ. കാരണം ഒരു ജീപ്പിന് 1000 രൂപ, ഒരു ജീപ്പിൻ്റെ അകത്ത് എത്ര ആൾ പോകുന്ന പോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. 7 ആൾ 6 ആൾ വരെ പോകാനും. അങ്ങനെ നല്ല അടിപൊളി ഓഫ് റോഡ് കേട്ടോ. പക്ഷേ സാരമില്ല, പൈസ പോയതിന് സാരമില്ല. നല്ല അടിപൊളി ഓഫ് റോഡ് കാര്യമായിട്ട് ഞങ്ങൾ എത്തുന്നതെന്ന് വെച്ചാൽ വലിയൊരു മലേൻ്റെ മേലെയാണ്. ആ മലേൻ്റെ മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ മസനഗുഡി മൊത്തമായിട്ട് കാണുവാൻ പറ്റും. മസനഗുഡീൻ്റെ മൊത്തം കാഴ്ച എന്താകുന്നുണ്ട് നമുക്ക് കാണുവാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ അത്രയ്ക്ക് രസമാട്ടോ അവിടെ മസനഗുഡീൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മലേൻ്റെ മേലെ നിന്ന് അങ്ങ് ദൂരെ ഒരുപാട് നമുക്ക് കണ്ണെത്താ ദൂരം എന്നെല്ലാം പറയില്ല, അതുപോലെ അങ്ങ് കണ്ണെത്താ ദൂരത്ത് വരെയുള്ള കാഴ്ച നമുക്ക് എന്താക്കുന്നുണ്ട് ഈ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കേട്ടോ. മസനഗുഡി മൊത്തം നമുക്ക് കാണാം. അതുപോലെ വരുന്ന യാത്രയും നല്ല അടിപൊളി യാത്രയാട്ടോ, നല്ല ഓഫ് റോഡ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ഒരു ബുദ്ധൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ കയറിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. പിന്നെ അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. പിന്നെ ചെറിയൊരു പ്രസാദമെല്ലാം തരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ നമ്മൾ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾ പോകുന്ന കേട്ടോ. അപ്പോൾ
വണ്ടി കിടന്ന് വണ്ടി ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചാഞ്ചാടിയിട്ടേ പോകുന്നത്. അപ്പോൾ ജിത്യ ഉയ്യൻ്റെ അമ്മേ ഉയ്യൻ്റെ അച്ഛാ അങ്ങ് ഉള്ള ദൈവങ്ങളെ തീർത്തും വിളിക്കുന്നുണ്ട്. ധ്യാനൂസും അതുപോലെ തന്നെ എനിക്ക് പേടിയാകുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവലെ മുന്നിൽ വലിയ ഗമയിൽ നിന്നിട്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫ്രണ്ടിൽ ജീപ്പിൻ്റെ ഫ്രണ്ടിലുള്ള പിടിയും പിടിച്ച് മൂറൊക്കെ പിടിച്ചിരുന്നല്ലേ. സത്യത്തിൽ എനിക്കും പേടിയായി. പക്ഷെ കുറച്ച് മാത്രം ഒരു ഭയങ്കര റിസ്ക് ഉള്ളൂ. പിന്നെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടി എന്ന് വെച്ചാൽ ഉള്ള റോഡായതുകൊണ്ട് മണ്ണിട്ട റോഡാണ്. പക്ഷെ അങ്ങ് മലേൻ്റെ മേലെ കയറുന്ന സമയത്ത് വെള്ളം വന്നിട്ട് കംപ്ലീറ്റ് റോഡൊന്നുമില്ല, വെറും കല്ലിൻ്റെ മേലെ കൂടിയല്ല പോകുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ കാടിനുള്ളിൽ കൂടി നല്ല ലെവലായ സ്ഥലത്തോട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പിന്നെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പുലിയും അതുപോലെ തന്നെ മാനും ആനയെല്ലാം കാണാൻ പറ്റുന്ന ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ ഏകദേശം 12:30-1 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത്, നല്ല വെയിലത്ത്. അതുകൊണ്ട് ആരെയും കാണാൻ പറ്റില്ല. കുറച്ച് മാനിനെ ആടെ ഇവിടെ എല്ലാം ഞങ്ങൾ കണ്ടിന്. അപ്പോൾ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു രാവിലെ ഇവിടെ പുലി ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോ എല്ലാം കാണിച്ചെല്ലാം ചെയ്ത്. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മളെ ഊട്ടിയിലെത്തിയട്ടാ. ഊട്ടിയിൽ നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തത്. റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഗോയ ബിബോ എന്ന് പറയുന്ന ആപ്പ് കൂടി കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തേ. സ്റ്റാർ ബിരിയാണി അതുപോലെ തന്നെ പിന്നെ കെയറിംഗ് ക്രോസ് എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ എന്താക്കി ഊട്ടിയിൽ ഒരാളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളല്ലോ. അപ്പോൾ നല്ല പറ്റി കേട്ടോ, നമ്മളെ പറ്റിക്കാൻ നോക്കിയ അയാൾ 7,000 ഉറുപ്യ 2 ദിവസത്തേക്ക് റൂമിന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഗോയ ബിബിയെ കൂടി പിന്നെ എന്താക്കി ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വെറും 4,000 സംതിങ് റുപ്യ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല കമ്മീഷനാണ്. അപ്പോൾ നല്ല എക്സ്പെൻസാണ് റൂമിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലോ. അപ്പോൾ എല്ലാവരും പോകുന്ന ആൾക്കാരല്ല ഇതുപോലെ പിന്നെ ആപ്പ് ഉപയോഗിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ റൂമിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാനോ എ സിയോ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി സെറ്റപ്പുള്ള റൂം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എന്താണ് നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉള്ള നമ്മളെ ഹോട്ടലാണ് നമ്മൾ എടുത്തത്. പക്ഷേ എന്താ നമ്മൾ റൂം പോലും ഫാനും ഇല്ല, എ സിയും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നല്ലോണം ഓടി വന്നതല്ലേ. അപ്പോൾ ഇനി വണ്ടി ഓടിക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് അവസാനം എവിടെയെങ്കിലും എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഹോട്ടലിൽ തന്നെ ഞങ്ങളൊരു ട്രാവലിൻ്റെ പ്ലാൻ എടുത്ത് അവിടെ നമ്മൾ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി ചെയ്തിട്ടാ. ഒരാൾക്ക് 300 റുപ്യ ആയിക്കുള്ളൂ, 2 ആൾക്ക് 600 റുപ്യ. ഞാനും ജിത്തേം കുഞ്ഞിന് പൈസ വേണ്ടേന്നാനും. അങ്ങനെ ഫസ്റ്റ് ഞങ്ങളെ കൊണ്ടുപോയെന്ന് വെച്ചാൽ ബോട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടെ പോയി കണ്ടിക്ക്. അപ്പോൾ ഇത് നേരെ കൊണ്ടുവന്ന് നമ്മളെ ബോട്ടിംഗ് ഹൗസ് കേട്ടോ. അതിൻ്റെ നേരെ മുന്നിൽ പിന്നെ കരകൗശലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പൂവാട്ടെ. ഈ മൊത്തം പ്ലാസ്റ്റിക്കാണ് ഈ കാണുന്ന പൂവ്, മൊത്തം പ്ലാസ്റ്റിക്. എത്രയോ കൊല്ലം ആൾക്കാർ പണിയെടുത്ത് എത്രയോ ആൾക്കാർ വെച്ച് പണിയെടുപ്പിച്ചിട്ട് ഉണ്ടാക്കിയ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൂവാട്ടോ ഇത്. അപ്പോൾ ഇതൊന്നും വിൽപ്പനക്കുള്ളതല്ല, ഇതെല്ലാം ജസ്റ്റ് കാണും. അതിൻ്റെ പേര് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ പൂവിൻ്റെ പേരും അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേ മോഡൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇത് നമുക്ക് അവിടെ നിന്ന് എന്താക്കുക വാങ്ങാനുള്ള കൗണ്ടറാട്ടാ. ഇവിടുന്ന് നമുക്ക് എന്താക്കുക വാങ്ങാനുള്ള കൗണ്ടർ. പക്ഷേ എന്താ വെച്ചാൽ തീപ്പറക്കുന്ന വിലയാട്ടോ. എല്ലാത്തിനും ഭയങ്കര 800, 1000, 900 ആ റേറ്റിലാട്ടോ ഇതിനെല്ലാം വില വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇവിടെ നിന്നൊന്നും സംഭവം നടക്കില്ല. നേരെ എന്താക്കുക പുറത്ത് പോയി കുതിരേൻ്റെ മുകളിൽ കയറി ജിത്തി പറഞ്ഞാൽ കുതിരേനെ കണ്ടവിടെ എനിക്ക് കാരണം എന്താണ് അങ്ങനെ ജിത്തിയനും കുതിരേൻ്റെ മുകളിൽ കയറ്റി ഓല് ഒന്ന് മറ്റേ ബോട്ട് ഹൗസിൻ്റെ മൊത്തം കറങ്ങി തിരിച്ചു കൊടുക്കൊണ്ട് കേട്ടോ. ഒരാൾക്ക് 200 റുപ്യ, ഒരു കുതിരേൻ്റെ മുകളിൽ ഒരു റൗണ്ട് അടിക്കുന്നതിന് 200 റുപ്യ. അപ്പോൾ കുട്ടിക്കാടെ ഫ്രീ ആട്ടാ. അപ്പോൾ തിരിച്ച് ഓല് അങ്ങനെ കറങ്ങാൻ പോയതനുസരിച്ച് തിരിച്ച് ഇങ്ങനെ അവിടെ ഫുൾ ഓരോ ആൾക്കാർ ഇങ്ങനെ കുതിരേൻ്റെ മേലെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓല് പോയി വരട്ടെ എന്ന് വെച്ചാൽ ഓലയും കാത്തിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ എടുത്തെന്ന് വെച്ചാൽ ഉള്ളിൽ നമ്മളെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലെത്തിയിട്ടാ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെ കാണുന്നത്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കിട്ടി നേരെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിലാണ് നോക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെങ്തായി. കാരണം നമുക്ക് കാണുന്ന സമയത്ത് ബോറായിരിക്കും. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ നാളെ അടുത്തൊരു എപ്പിസോഡായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.